നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഓണസമ്മാനം. നമ്മുടെ സർക്കാരിൻ്റെ യു.ഡി.എഫ് സർക്കാരിൻ്റെ ഓണസമ്മാനം പെൻഷൻകാർക്ക് പെൻഷൻ തുക ബാങ്കിൽ പോയി പിൻവലിക്കും. സഹകരണ സംഘങ്ങൾ വഴിയിട്ടുള്ള കയ്യിൽ എത്തിച്ചു കൊടുക്കുന്ന ആ രീതി പാടില്ല എന്നാണ് പറയുന്നത്. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഭൂരിഭാഗം എന്താ പറയുക, സഹകരണ സംഘങ്ങളും ഭരിക്കുന്നത് LDF ആണ്. UDF ഭരിക്കുന്നുണ്ട്, BJP കുറച്ച് ഇത് ഭരിക്കുന്നുണ്ട്, സ്ഥലങ്ങളിൽ ഭരിക്കുന്നുണ്ട്. അപ്പോൾ ഈ LDF കൂടുതൽ ഭരിക്കുമ്പോൾ അവർ ജനങ്ങളിലേക്ക് കൂടുതൽ സഹായം എത്തിച്ച് അവർക്ക് വോട്ടായി മാറും എന്നുള്ള ചിന്തയിലായിരിക്കാം ഇത് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഇവർ കൊടുത്ത പെൻഷൻ തുകയും അതുപോലെ DYFI കൊടുത്ത പൊതിച്ചോറും മേടിച്ചവർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ LDF ഉറപ്പായിട്ടും അധികാരത്തിൽ വന്നേനെ. പക്ഷേ ജനങ്ങൾക്ക് ജനങ്ങളുടേതായ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അവരത് ചെയ്തു, ശരിയാണ്. അങ്ങനെ UDF അധികാരത്തിൽ വന്നു. ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് ഒരു സംഭവമാണ്. കാരണം പറഞ്ഞാൽ ഈ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു പെൻഷൻ ഒരു ഫണ്ടിന് വേണ്ടി ഒരു ഇതുണ്ടാക്കി, ഒരു കമ്മിറ്റി പോലെ അല്ലെങ്കിൽ ഒരു പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഒരു ഇതുണ്ടാക്കി. അതിനകത്ത് ഭാഗവാക്കായിരുന്നു ഈ സഹകരണ സംഘങ്ങൾ. ഈ സഹകരണ സംഘങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ പെൻഷൻ കൊടുക്കും എന്ന് പറയുമ്പോൾ സഹകരണ സംഘങ്ങളിൽ കൂടി വായ്പ, ചിലപ്പോൾ വായ്പയായിട്ടും സർക്കാർ അത് എടുക്കാറുണ്ടായിരുന്നു പൈസ. അങ്ങനെയാണ് ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് സർക്കാർ സഹകരണ സംഘങ്ങൾക്ക് ഈ പൈസ, പിന്നീട് സർക്കാരിൻ്റെ കയ്യിൽ പൈസ വരുമ്പോൾ സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ ഈ പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. അത് ചെറിയ രീതിയിലുള്ള എന്താ പറയുക ചാർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിതരണത്തിനുള്ള മറ്റേ ഇൻസെൻറ്റീവ്സും കൊടുത്തുകൊണ്ടിരുന്നു. അത് നമ്മുടെ സഹകരണ സംഘങ്ങൾക്ക് അത് വലിയൊരു ഗുണമായിരുന്നു. കാരണം പറഞ്ഞാൽ അവിടെ ഈ കളക്ഷൻ ഏജൻ്റ് അല്ലെങ്കിൽ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നവർക്കും ചെറിയൊരു തുക കിട്ടുമായിരുന്നു. കളക്ഷൻ ഏജൻറ്റുമാർ ഓൾറെഡി എല്ലാ സഹകരണ സംഘങ്ങളുണ്ട്, ചിട്ടിയും കാര്യങ്ങളായിട്ട്. അതിന് പ്രത്യേക ആളൊന്നും വയ്ക്കേണ്ട, അവർ തന്നെയായിരുന്നു കൊണ്ടുപോയി കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഇൻസെൻറ്റീവ്സ് കിട്ടുമായിരുന്നു, ബാങ്കുകൾക്കും അത് ഗുണമായിരുന്നു. അതിപ്പോൾ വേണ്ടാന്ന് വച്ചിരിക്കുകയാണ്. വേണ്ടാന്ന് വച്ചതിൻ്റെ കാര്യമെന്ന് പറയുന്നത് വേറൊന്നുമല്ല, പെൻഷൻ ഈ എത്ര നാൾ കിട്ടുമെന്നും അറിയത്തില്ല. കാരണം പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണെന്നാണല്ലോ ഇവിടെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പെൻഷൻ ബാങ്കിലേക്ക് മാറ്റി കഴിഞ്ഞ് ഇനി എത്ര പേർക്ക് പെൻഷൻ കിട്ടും കിട്ടില്ല എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കാം. പക്ഷേ ഈ പാവപ്പെട്ട പ്രായമായ ആളുകൾ പോയി ക്യൂ നിന്ന് ഈ പെൻഷൻ മേടിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. പലർക്കും എണീറ്റ് നടക്കാൻ വയ്യാത്ത ഒരാൾക്കാർ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അക്ഷയ സെൻറ്ററിൽ ചെന്നപ്പോൾ ഒരു മസ്റ്ററിങ്ങിന് വേണ്ടി ഒരാളെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുവന്നിട്ട് ആൾക്ക് നേരെ നിൽക്കാനുള്ളൊരു കെൽപ്പില്ല. കാരണം പറഞ്ഞാൽ തല ഇങ്ങനെ ഒടിഞ്ഞ് കാലൊക്കെ നീര് വെച്ചിട്ട് പുള്ളി അങ്ങനെയാണ്. പുള്ളി കുറേ നാളുകളായിട്ട് അങ്ങനെയാണ്. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ നടക്കാനോ ഇത് ചെയ്യാനോ പാടില്ല. അപ്പോൾ മക്കൾ കൂട്ടിന് കൊണ്ടുവന്നിട്ടാണ് ഈ മെസ്റ്ററിങ്ങൊക്കെ നടത്തിയത്. അപ്പോൾ ആ അവസ്ഥയിലൊക്കെ ഉള്ള ആൾക്കാരെ കയ്യിലേക്ക് നേരിട്ട് പൈസ എത്തിക്കുന്നതായിരിക്കില്ലേ നല്ലത്. ഇനി ഇവരെ ചുമന്നുകൊണ്ട് ഈ മക്കൾ സമയം കണ്ടെത്തി അവരെയും ചുമന്നുകൊണ്ട് ബാങ്കിൽ പോയി പൈസ എടുത്ത് കൊടുക്കേണ്ട ഒരു ഗതികേട് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇതൊക്കെയാണ് കണ്ണിച്ചോരയില്ലാന്ന് പറയാനട്ടാ, അല്ലാണ്ട് വേറൊന്നുമല്ല. കിട്ടിക്കൊണ്ടിരുന്നത് എന്തിനാ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നിട്ട്? കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നത് അവർ കിട്ടിക്കോട്ടെ, അതിനകത്ത് കൈയെടുക്കാൻ നിൽക്കുന്നിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നില്ല ഒന്ന്. പക്ഷെ ഒരു കാര്യം ഇപ്പോൾ നിലവിൽ സർക്കാർ ചെയ്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഹകരണ സംഘങ്ങളുടെ സഹായം കൂടി ഈ പെൻഷന് കിട്ടിയിരുന്നു. സർക്കാരിന് ഒരു കൈവായ്പ പോലെ കിട്ടിയിരുന്നു. അതാണ് ഇപ്പോൾ ഇല്ലാണ്ടായത്. അപ്പോൾ ഇനി പെൻഷൻ കറക്റ്റായിട്ട് കിട്ടുമോ ഇത് കിട്ടില്ലേ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അനുഭവിക്കുക. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് തിന്നത് ഇപ്പോൾ നമ്മുടെ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ അവർ വെള്ളം കുടിക്കണം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഉള്ള സംഭവമാണ്. അപ്പോൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക, അതേ ഉള്ളൂ.